മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റിയ ഒരുപാട് സ്വർഗ്ഗങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിലൊന്നാണ് മഞ്ഞുമലകൾ കൊണ്ട് മാത്രം മൂടപ്പെട്ട മണാലി. അങ്ങനെ നമ്മൾ ബാഗെല്ലാം സെറ്റ് ആക്കി നേരെ റിക്ഷയിൽ കേട്ടാണ്. റിക്ഷയിൽ ബാഗ് ഏറ്റുന്ന കണ്ടിട്ട് ഞാൻ ഭാഷയ്ക്ക് എനിക്ക് അന്തം വിട്ടു, എന്ത് പോയി ബാഗിലല്ലോ. അങ്ങനെ റിക്ഷ കയറിയിട്ട് നമ്മൾ നേരെ വിട്ടടുത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. റിക്ഷയിലെല്ലാം കയറി ഞാൻ പിന്നെ പുള്ളറ ബുദ്ധി തന്നെ കണ്ട ബസ്സിനെല്ലാം കൈ കാണിച്ചിട്ട് ഇങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തി മക്കളെ ബാഗ് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പോവാണ് മക്കളെ, ടാറ്റ ഗുഡ് ബൈ. ഒരാൾക്ക് കുളിക്കാനുള്ള അത്ര വെള്ളം ഞങ്ങൾ കുടിക്കാൻ വയ്യ മക്കളെ. പിന്നെ കുറച്ചു നേരം നമ്മളെ കാത്തിരിപ്പായിരുന്നു. എന്ത് കാത്തിരിപ്പ്? ട്രെയിനിന്റെ കാത്തിരിപ്പ്. ഫൈനലി കാത്തിരിപ്പ് അവസാനിച്ച് നമ്മൾ ട്രെയിൻ എത്തി മക്കളെ. ട്രെയിനിൽ കയറിയുള്ള അവസ്ഥ നിങ്ങളോട് പറഞ്ഞിട്ട് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞമ്മ ഇങ്ങനെ പാട്ടും ഡാൻസിലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതേ വൈബുള്ള കുറച്ച് പിരാന്തന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നു മക്കളെ. രാത്രി മൊത്തം വൈബാക്കി ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോ ഒരു വ്യൂ, ഇത് കണ്ടാ പിന്നെ ക്യാമറയിൽ എടുത്തില്ല. അങ്ങ് നഷ്ടം തന്നെ മക്കളെ, നഷ്ടം തന്നെ. കുണ്ടിക്ക് വെയില് തട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കളെ പൊരയിലെടുക്കുമ്പോൾ കുറെ നേരം കിടന്നുറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഉള്ളിടം കഴിച്ചിട്ട് ചാലും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും തുള്ളാൻ തുടങ്ങി. തുള്ളെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു 1.5 തുള്ളലുണ്ടായി. രാത്രി ആയപ്പോഴേക്കും ആർസ് ഭക്തി ഗാനം പാടാൻ തുടങ്ങി. നവാലിന്റെ പാട്ട് നമ്മളെല്ലാവരും സഹിച്ചിട്ട് കേട്ടെങ്കിലും ഒരു ഇന്ത്യക്കാരനൊക്കെ മാത്രം എന്തോ പിടിച്ചു. കുറെ നേരം അയാൾ സഹിച്ചതിന് ശേഷം നവാലിനോട് ഇനി പാടണ്ടായാലും കയ്യെല്ലാം കൊടുത്തിട്ട് പോയി. 2 രാത്രിയും 1 പകലും അവസാനിക്കുന്ന യാത്രയിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി ഗൈസ്. ഡൽഹിയിൽ അങ്ങനെ നവാൽ അവരോട് ഇന്ത്യയിൽ കുറച്ച് മാപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറായി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇനി കുറച്ച് നടനയാത്രകളാണ്. അങ്ങനെ എസ്കുലേറ്ററിലൊക്കെ നമ്മൾ ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് അവസാനം നമുക്ക് വഴി തെറ്റിപ്പോയ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു ഹിന്ദിക്കാരൻ വന്ന് മെട്രോ സ്റ്റേഷനിലെത്തിച്ച് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് അവസാനം വീണ്ടും വഴി തെറ്റിയപ്പോൾ അതേ ഹിന്ദിക്കാരൻ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്ന് ഞങ്ങൾ അവിടെ നിന്ന് വളരെ സുരക്ഷിതമായി തന്നെ പറഞ്ഞയച്ചു. വാവ്, ബഹുത് അച്ഛാ ഹിന്ദിക്കാരൻ ഹേ. രാവിലെ 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ ബാഗൊക്കെ റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കുളിക്കാൻ പോയി ഗൈസ്. അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്തിന്? ഫുഡ് കഴിക്കണം, നമ്മൾ മനുഷ്യരില്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നടന്ന് നേരെ നല്ലൊരു മലയാളി ഹോട്ടൽ നമുക്ക് കണ്ടു. ആ ഹോട്ടലിലോട്ട് കയറി നമ്മൾ മറ്റേ ഇത് കഴിച്ചു. ഇത് ദോശയില്ല, മറ്റേ മസാല ദോശയും മുട്ടയും അതും ഇതും അതും വാരി വെച്ച് കഴിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഓറഞ്ചിൻ്റെ കട. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം വന്നു. ഞാൻ ഹിന്ദിക്കാരനോട് ചോദിച്ചു ഞാനൊന്ന് കറക്കിക്കോട്ടെ. ഹിന്ദിക്കാരൻ ആജാവ് എന്ന് പറഞ്ഞതും ഞാൻ ആജായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം കറക്കി. ഞാൻ കറക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ആർസ് ഇതിലൊക്കെ എക്സ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു. ആർസും കറക്കാൻ തുടങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡൽഹിയിൽ വിടുന്ന ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ പോയിരിക്കേണ്ട ഒരു മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. കാരണം ഇവിടെ തുച്ഛമായ വിലയിൽ മിച്ചമായ സാധനങ്ങൾ ലഭ്യമാണ്. നമ്മളെ നാട്ടിൽ മീൻ കച്ചവടം ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഡ്രസ്സ് വെക്കുന്നത്. നോക്ക് ഗൈസ്. അങ്ങനെ ഞാനൊരു ജാക്കറ്റ് വാങ്ങിയിട്ട് നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് പറഞ്ഞു ലടുക്കിക്കാ ജാക്കറ്റ്. ഞാൻ പറഞ്ഞു ജാക്കറ്റ് ലടുക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പുള്ളതായിരുന്നു. അങ്ങനെ കണ്ടതെല്ലാം വാരി വലിച്ചു വാങ്ങി ഞങ്ങളിങ്ങനെ കയ്യിൽ കവറും പിടിച്ച് ഒറ്റ നടത്തുന്ന. അങ്ങനെ കണ്ടമാനം സാധനം വാങ്ങി ബാഗിലും പാക്ക് ചെയ്ത് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ്. അതെ ഗൈസ്, നമുക്കിനി മണാലിയിൽ എത്തണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. കാരണം നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. വീണ്ടും കാത്തിരിപ്പ് തന്നെയാണ് ഗൈസ്, ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്.
കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ ബസ് വന്നു മക്കളെ. ഇതാണ് നമ്മുടെ ബസ്, ലക്ഷ്മി ഹോളിഡേയ്സ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇനി അധിക ദൂരമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി നമുക്ക് രാവിലെ സ്വർഗം കൊണ്ട് തന്നെ ഉണരാം. സുഖനിദ്ര സുഖനിദ്ര. രാവിലെ എണീറ്റ് കണ്ണ് തുറക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്.